Later, Maduro was sent to the Metropolitan Detention Center in Brooklyn. ഒരു പുതുവർഷത്തിലേക്ക് കാലുവെച്ചപ്പോഴേ ലോകം മുഴുവനും ഒരു യുദ്ധഭീഷണിയിലാണ്. ലോക പോലീസായ അമേരിക്ക വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് ഇപ്പോൾ അമേരിക്കയിലെ ജയിലിൽ അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തോടുകൂടെ ലോകം മുഴുവനും അവരുടേതായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളാണ് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ട്രംപിനെ അനുകൂലിച്ചും ചില ആളുകൾ ട്രംപിനെ പ്രതികൂലിച്ചും സംസാരിക്കുന്നു. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതിൽ വളരെയധികം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും, എന്തിനു പറയണം, ഞങ്ങൾ പാർക്കുന്ന കാനഡയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള വെനസ്വേലക്കാർ അദ്ദേഹത്തിന്റെ കിഡ്നാപ്പിൽ വളരെയധികം ആഹ്ലാദിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഓരോ ആൾക്കാരെയും. ചിലർ പറയുന്നു അദ്ദേഹത്തെ പോലെ ഒരു നീചനായ മനുഷ്യൻ, അദ്ദേഹത്തെ പണ്ടേ കിഡ്നാപ്പ് ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിൽ ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. മറ്റു ചില ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപ് ഉൾപ്പെടെയുള്ള മുൻകാലങ്ങളിലെ അമേരിക്കൻ ഭരണാധികാരികൾ വെനസ്വേലയുടെ ഓയിലിനെ കണ്ണുവെച്ചുകൊണ്ട്, ഓയിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഡ്രാമയൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നതാണ്. ട്രംപിന്റെ ഭരണകൂടത്തിന്റെയും ഭാഷ അനുസരിച്ച് അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തതിന്റെ പ്രധാന കാരണം നാളുകളായി അവർക്ക് വാണിംഗ് കൊടുത്തിരുന്നു. എന്നാൽ നിരന്തരമായി അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് വൻതോതിലുള്ള ഡ്രഗ് വേട്ടകളും വെപ്പൺസും കയറ്റുമതി ചെയ്യുന്നതിൽ പൊറുതിമുട്ടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി ഇനിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. നിക്കോളാസിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു നല്ല മനുഷ്യനാണ്, ഞാൻ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഡ്രഗ് ബിസിനസ്സോ വെപ്പൺ കടത്തലുകളോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്ന ഒരാളല്ല ഞാൻ എന്ന് ഇന്നത്തെ അമേരിക്കൻ കോടതിയിൽ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് അമേരിക്കൻ കോടതി ഇതിനെ നോക്കിക്കാണുന്നെന്നും എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് വരും ദിവസങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ പറയുന്ന വെനസ്വേല എന്ന് പറഞ്ഞ രാജ്യത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായ ചൈന, റഷ്യ, കൊറിയയിലെ വൻപൻ പാർട്ടികൾ അവർ അദ്ദേഹത്തെ ഓൾറെഡി സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ സുഹൃത്തിനെ എത്രയും വേഗം വിട്ടയക്കണം എന്നും പറഞ്ഞുള്ള ഒരു വലിയ സപ്പോർട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് ലോകരാജ്യങ്ങളിൽ ഈവൻ കാനഡ വരെയുള്ള ആൾക്കാർ പറയുന്നു ഇനി ഒരു പക്ഷേ അടുത്ത ഊഴം അതായത് കാനഡയുടേതായിരിക്കാം. ഡെൻമാർക്കും കാനഡയും എല്ലാം വളരെയധികം ഉത്കണ്ഠയിലാണ്. ഡെൻമാർക്ക് ഈ കഴിഞ്ഞ ദിവസം ഓൾറെഡി അവിടുത്തെ അധികാരികൾ പറഞ്ഞു, കാരണം ട്രംപ് കുറച്ച് നാളുകളായി അവരുടെ ഗ്രീൻലാൻഡിന് നോട്ടമിട്ടിരിക്കുക. അതുപോലെ തന്നെ കാനഡയുടെ ആൽബർട്ടയിലെ ഓയില് അത് കണ്ണു വെച്ചിട്ട് തന്നെയാണ് അത് കാനഡ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായി മാറണം എന്നുള്ള ഒരു വിഷയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായിട്ട് ആൽബർട്ട പ്രൊവിൻസിലുള്ള ജനങ്ങൾ തന്നെ ഇപ്പൊ അവർക്ക് അമേരിക്കയുടെ ഭാഗമാകണം എന്നുള്ള ഒരു വലിയ താല്പര്യത്തോടെ ഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുകയാണ്. ആ ഒറ്റ വിഷയത്തോടു കൂടെ ഇപ്പോൾ കാനഡയും ആകപ്പാടെ വെട്ടിലായിരിക്കുന്നു. അതുകൊണ്ട് തമാശ രീതിയിൽ നമുക്കിത് തള്ളിക്കളയാനും വയ്യ. ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ, സൗദി, ഇറാനും എല്ലാം ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഭീതി നിൽക്കുമ്പോൾ ഒരുപക്ഷെ നാളെ കാനഡയുടെ അവസ്ഥയും എന്താകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതുപോലെ മറുവശത്ത് നിങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, മതത്തിന്റെ പേര് പറഞ്ഞ് ആണ് ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ വളരെയധികം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യങ്ങൾ പോലും, അവിടുത്തെ ജനങ്ങൾ പോലും ഇറാന്റെ തെരുവുകളിലും ആൾക്കാർ ജാഥയായിട്ട് ഇറങ്ങി വി നീഡ് ഫ്രീഡം എന്നും പറഞ്ഞുകൊണ്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജാഥയാണ് ഈ കഴിഞ്ഞ ദിവസം കാണാനിടയായത്. ഇതൊക്കെ ഒരു അട്ടിമറിയുടെ ഭാഗമാണോ, അല്ലെ എന്താണ് വരും ദിവസങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നത് നമുക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അവരുടെ ക്യാപിറ്റൽ വന്ന് മറ്റൊരു രാജ്യത്തിന്റെ പട്ടാളം എടുക്കണമെങ്കിൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല, അല്ലെ? ആ രാജ്യത്തിന്റെ പട്ടാളവും ആ രാജ്യത്തിന്റെ ഭരണസമിതിയും ഒന്നും ചുമ്മാ നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എത്ര ആയാലും അവരതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. എന്നാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അമേരിക്കയും അവരുടെ പട്ടാളവും അവരുടെ ഇന്റലിജൻസും എല്ലാം വളരെയധികം നിരീക്ഷണത്തിലായിരുന്നു. സെപ്റ്റംബർ മുതൽ അവർക്ക് അടുത്തുള്ള ബോർഡർ രാജ്യങ്ങളിൽ അവരുടെ ആർമി, നേവി, എയർഫോഴ്സ് ഉള്ള എല്ലാ ടീമിനെയും അവരവിടെ വിന്യസിപ്പിക്കുകയും
അന്നു മുതലുള്ള മോണിറ്ററിംഗ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പോക്കും വരവും കിടപ്പും ഇരിപ്പും എല്ലാം. അങ്ങനെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കിഡ്നാപ്പ് ആണ് എന്നതാണ് നമ്മൾക്കിപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. എന്തായാലും 2026 ലോക രാജ്യങ്ങൾക്കെല്ലാം അത്ര എളുപ്പമായിരിക്കില്ല എന്നൊരു സൂചനയാണ് ഈ ആണ്ടിന്റെ ഈ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് എന്നതാണ് സത്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am Sanal Rexy Joy. Bye.